നിറവയറുമായുള്ള നിതയുടെ നൃത്തച്ചുവടുകൾ കാണുമ്പോൾ ചിലർക്കെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടി തോന്നിയേക്കാം. എന്നാൽ നിതയ്ക്കോ ഭർത്താവ് സിൻസണോ ആ പേടിയില്ല. ആഗ്രഹങ്ങൾ പൂർത്തിയാകുമെന്നുള്ള സന്തോഷം മാത്രം. നഗരത്തിലെ ജോലി തിരക്കുകൾക്കിടയിൽ മകളെ ഡാൻസ് പഠിപ്പിക്കാനായാണ് തൊഴുവൻകോട് സുരചന്ദ്ര അക്കാദമിയിലെത്തുന്നത്. അങ്ങനെ മകൾക്കൊപ്പം അമ്മയും ഡാൻസിലേക്ക്. ഡാൻസ് ക്ലാസ്സിൽ വരുന്നത് ഞങ്ങൾ വർക്ക് ചെയ്യുന്നവരാണ് മെജോറിറ്റി. അപ്പം ഞങ്ങൾക്ക് ആ ഒരു സ്ട്രെസ് റിലീസിങ് പിയർ ഗ്രൂപ്പ് പോലെയുള്ളൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ സാറിൻ്റെ ക്ഷമേനെ എടുത്തു പറയണം, ദൈവാധീനം കൊണ്ട് ഇതുവരെ ഞങ്ങൾക്ക് ആർക്കും അടി കിട്ടിയില്ല. ഈ ഒരു പ്രാക്ടീസ് സെഷൻ എന്ന് പറയുന്നത് ഒത്തിരി പോസിറ്റീവ് ആൻഡ് ഞങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി തരുന്ന എല്ലാ സ്ട്രെസ്സും റിലീസ് ചെയ്യുന്ന ഒരു സ്പേസ് ആയിരുന്നു. നിതയ്ക്ക് പിന്തുണയുമായി ഭർത്താവും മകളുമുണ്ട് കൂടെ. ഞാനായിട്ട് രസിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അത്ര വലിയ ഭാരപ്പെട്ട പണിയൊന്നും ചെയ്യുന്നില്ല. ഈ വയറത്രം വലുതായി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയതുണ്ട്. ഗുരുവായൂർ അമ്പലനടയിൽ അരങ്ങേറ്റം നടത്തണമെന്നാണ് നിതയുടെ ആഗ്രഹം. പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ പറയാറുണ്ട്, പിന്നെ ബുദ്ധിമുട്ടാണെങ്കിൽ ചെയ്യരുത്, ഇരിക്കരുത് എന്നൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഇല്ല, കുഴപ്പമില്ല സാർ എന്നിങ്ങനെ പറഞ്ഞ് നല്ല ഇതായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അതൊരു എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിലൊരു വലിയൊരു ഇതാണ് ഇങ്ങനൊരു കുട്ടിയെ. ഈ മാസം 17-നാണ് അരങ്ങേറ്റം. നിതയ്ക്ക് പിന്തുണയുമായി സുഹൃത്തുക്കളുമൊപ്പമുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഗോകുൽനാഥുണ്ട് ഈ നിറഗർഭിണിയുടെ നൃത്തച്ചുവടുകൾ കണ്ട്. ഗോകുൽ തന്നെ നമുക്കൊപ്പം ഉണ്ട്. ഗോകുൽ, ആദ്യം ചോദിക്കട്ടെ, ഇവർ നൃത്തത്തെ പറ്റിയല്ല, ഇവർക്ക് എത്ര മാസമായിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. നമുക്കറിയാം, സാധാരണ ഈ ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീ നമ്മുടെ അടുത്തുകൂടെ നടന്നു പോകുമ്പോൾ തന്നെ നമ്മൾ കാരണം അവരെ എന്തെങ്കിലും വീണ്ടും പോവോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. അങ്ങനെയുള്ള ഒരാളാണ് ഈ നൃത്തച്ചുവടുകൾ വെക്കുന്നത്. അവരുടെ ഭർത്താവിനെയും കുഞ്ഞിനെയും മാത്രം അഭിനന്ദിച്ചാൽ പോരാ, സാർ ഏറ്റെടുക്കുന്ന റിസ്ക് അത് വലിയ റിസ്ക്കാണ്. എങ്ങനെയാണ് ഈ ഒരു നൃത്തശാലയിലേക്ക് അവരെത്തുന്നതും എന്താണ് അവരുടെ വിശേഷങ്ങളും? അക്ഷയുടെ ചോദ്യത്തിനുള്ള മറുപടിയിലേക്ക് തന്നെ ആദ്യം വരാം. ഇപ്പം 8-ാം മാസത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സമയം നമുക്കറിയാം അത്രത്തോളം ബുദ്ധിമുട്ടേറിയ ഒരു ഘട്ടമാണ്. കാരണം സമയമൊക്കെ അടുത്തിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, കുട്ടിക്ക് ജന്മം നൽകാനുള്ള ആ ഒരു സമയത്തോട് അടുക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എത്രത്തോളം എഫേർട്ട് എടുത്താലും അതൊക്കെ തന്നെ കുട്ടിയെ ബാധിക്കും എന്നുള്ളൊരു ചിന്ത പൊതുബോധം നമുക്കെല്ലാം ഉണ്ട്. പക്ഷേ ഈ ബോധത്തിനപ്പുറത്തേക്ക് പഴമക്കാർ പറയുമായിരുന്നു, ശാരീരികമായി അധ്വാനിക്കുന്ന ചെറിയ ജോലികളിലേക്കൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് എന്താ പറയുക, സുഖപ്രസവത്തിലേക്ക് നയിക്കുമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ തന്നെ എത്തപ്പെട്ടതല്ല, സാഹചര്യം മൂലം എത്തപ്പെട്ടതാണ്. കുട്ടിയെയും കൊണ്ട് ഇത്തരത്തിൽ ക്ലാസ്സിലേക്ക് വരുന്നു. ക്ലാസ്സിൽ വന്ന സമയത്ത് നൃത്തം ആ സമയത്ത് അഭ്യസിച്ചിരുന്ന ബാക്കി തൊഴിലെടുക്കുന്ന സ്ത്രീകളെ കൂടെ കണ്ടുകൊണ്ടാണ് നിത ഇത്തരത്തിൽ നൃത്തത്തിൽ പഠിക്കാൻ വേണ്ടി വരുന്നത്. നൃത്തം പിന്നീട് ഒരു പാഷനായി മാറുകയും ചെയ്തത്. കുറേ വർഷം മുമ്പ് തന്നെ ഈ ഒരു പാഷനും താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷേ അങ്ങനെ എത്താൻ സാധിച്ചിരുന്നില്ല, പഠിക്കാൻ സാധിച്ചിരുന്നില്ല. ഇപ്പം ഗർഭിണിയായിരുന്ന സമയത്ത് കൂടുതൽ സമയം കിട്ടി. ആ സമയം കൃത്യമായി വിനിയോഗിക്കാൻ നിത ആ സമയം ഇവിടെ അക്കാഡമിയിൽ വരുന്നു, പഠിക്കുന്നു. അപ്പോൾ പഠനം ആദ്യ സമയത്തൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാണികൾക്കാണ് വലിയ ബുദ്ധിമുട്ട്. ഞാനും നമ്മുടെ ക്യാമറമാൻ അരുണിനും ഒക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടായി. കാരണം പകുതിക്ക് വെച്ച് ഞാൻ തന്നെ പറഞ്ഞു, ഇത് നിർത്തിയേക്കാം, കാരണം ഇത്രത്തോളം ബുദ്ധിമുട്ടിലേക്ക് പോയത്. പക്ഷേ ബാക്കി നിതയുടെ വയറ് നോക്കിയ ദൃശ്യങ്ങളില്ല, വയറിലും തുടങ്ങി അവരുടെ മുഖത്തേക്ക് എത്തുമ്പോൾ വയർ കാണുമ്പോൾ നമുക്കൊരു പേടിയും നമുക്ക് ആശങ്കയൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ മുഖത്തേക്ക് എത്തുമ്പോൾ അവർ ഫുൾ ഹാപ്പിയാണല്ലേ? തീർച്ചയായിട്ടും അക്ഷയ് പറഞ്ഞ പോലെ തന്നെ വലിയ പേടി ബാക്കി കാണുന്നവർക്കാണ്. അതിനപ്പുറത്തേക്ക് നിതയ്ക്കോ ഭർത്താവിനോ അധ്യാപകനോ ഒന്നുമില്ല. കാരണം കുറേ കാലമായി കൃത്യമായി തന്നെ ആ ചടുല നീക്കങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഭയത്തിൻ്റെ ആവശ്യം നിതയ്ക്കുമില്ല. ഇപ്പം നിത തന്നെ പറയുന്നുണ്ട്, എന്തായാലും ഈ 17-ാം തീയതിയാണ് അരങ്ങേറ്റം. അപ്പോൾ അരങ്ങേറ്റത്തോടു കൂടി തന്നെ എന്താ പറയുക, വലിയൊരു ആഗ്രഹം അവിടെ പൂർത്തീകരിക്കുകയാണ്. അപ്പം നിത പറയുന്നത് ആ അരങ്ങേറ്റത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കട്ടെ. ഏറ്റവും ഭംഗി, ഏറ്റവും ഗംഭീരമായി തന്നെ ഗുരുവായൂരപ്പന്റെ മുൻപിലാണ് ഒരു അരങ്ങേറ്റം കുറിക്കാൻ പോകുന്നത്. അതവിടെ സാധ്യമാകട്ടെ, സഫലീകരിക്കട്ടെ എന്ന് ആശംസിക്കുക കൂടി ചെയ്യാണ്.